ഇത് നിങ്ങളുടെയാണോ? ഇത് അവരുടെയാണോ അല്ലോ എന്ന് അറിയാതെ നീ എന്തിനാ അവർക്ക് കൊടുക്കുന്നേ? ഇന്ന് വെള്ളിയാഴ്ച ദിവസം പണം വന്നാലും ശരി, പട്ടം കിട്ടിയാലും ശരി, ഒന്നും തിരിച്ചു കൊടുക്കരുത്. വാളിയ, നമുക്ക് പോവാം. ഓക്കെ. പാവം, ഈ പട്ടത്തിന് വേണ്ടിയാ പുറകെ വരുന്നെന്ന് തോന്നുന്നു. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നാളെ നിന്റെ കല്യാണം കൊച്ചുങ്ങളുണ്ടായാലേ ആ കൊച്ചുങ്ങൾക്ക് എടുത്ത് കൊടുക്കടാ. വായടക്കടാ. ഇത് നിങ്ങളുടെയാണോ? എന്താ ഇത്? സ്വന്തം സാധനം ചോദിച്ചു വാങ്ങിക്കാൻ ഇങ്ങനെ കാണിക്കുന്നേ? ധൈര്യമായിട്ട് തലയുയർത്തി കോൺഫിഡന്റ് ആയിട്ട് വാ തുറന്ന് ചോദിച്ചൂടെ? വാ കൊണ്ട് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ ആക്ഷനിൽ ചോദിച്ചൂടെ? ആക്ഷനിൽ ചോദിക്കാൻ അവരെന്താ ഊമയാണോ? എടാ, സത്യമാണെന്നോ തോന്നുന്നത്, അവര് ഊമയാ. സോറി, നിങ്ങൾ ഊമയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതാ. നമ്മള് പട്ടം കൊടുത്തതല്ലേ, പിന്നെ ഇതിനെ നമ്മുടെ പുറകെ വരുന്നേ? ഈ മുഖത്തിന്റെ സ്പെഷ്യാലിറ്റി അളിയത്. എവിടെ പോലും പെമ്പിള്ളേര് പുറകെ വന്നോളും. നിങ്ങളെന്റെ ഓട്ടോഗ്രാഫ് വാങ്ങാനല്ലേ വന്നത്? വായ ഇടയ്ക്കിടെ കാക്കാക്ക പോവാനാ പറഞ്ഞ. ഓക്കേ ഓക്കേ ഓക്കേ. അകത്തോട്ട് പോ സാറേ, വരൂ വരൂ സാർ, വരൂ, അകത്തേക്ക് വരൂ. വരൂ വരൂ. ഇത് വീട് തന്നെയാണോ? ആ ഡോ, ഒന്നും ഇങ്ങോട്ട് വന്നേ. ഈ നാട്ടിലുള്ള പ്രേത ബംഗ്ലാവൊക്കെ ഞങ്ങൾ പിന്നെ കണ്ടോളാം. ഞങ്ങൾക്ക് താമസിക്കുന്ന ഒരു അടിപൊളി ബംഗ്ലാവ് റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ആദ്യം അത് കാണിക്ക്. ഇത് അതേ ബംഗ്ലാവാണ് സാറേ. അതാണോ ഇത്? ഡോ, 4 ജനല് 2 കഥവുള്ള ഇതിന് നിങ്ങൾക്ക് ബംഗ്ലാവ് ആണെങ്കിലേ അപ്പൊ AC ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ ഈ ടൈൽ ഫ്ലോറിംഗ് ഒക്കെ ഉള്ള വീടിന് നിങ്ങൾ എന്ത് പറയും? സാറേ, ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. പുതിയ മാനേജറാന്ന് പറഞ്ഞോണ്ടാ ഈ ബംഗ്ലാവ് തുറന്ന് നിങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിച്ച. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഈ ബംഗ്ലാവിന്റെ ജനല് പോലും തുറക്കില്ലായിരുന്നു. മനസ്സിലായ? അത് മാത്രമല്ല, ഈ ബംഗ്ലാവ് ബംഗ്ലാവ് ഇംഗ്ലാവ് എന്നൊക്കെ പറഞ്ഞ കലി കയറ്റരുത്. മേലെ ഈ വീട് ബംഗ്ലാവ് എന്ന് ഇറങ്ങാൻ തന്റെ ഈ തല പിടിച്ച് ഞാൻ ചുമനത്തേക്കും. വാ അടയ്ക്കടോ. അളിയ അളിയ, നീ വീട് കണ്ടോ? ഫസ്റ്റ് ക്ലാസ് ആയിട്ടുണ്ട്. നല്ല വെളിച്ചമുണ്ട്, കാറ്റും കിട്ടുന്നുണ്ട്. ആഹാ, അങ്ങനെയാണെങ്കിൽ പുറത്ത് മരത്തിന്റെ ഇടയിൽ കിടന്നാലേ ഫുൾ ടൈം കാറ്റായിരിക്കും. അത് ശരിയാണല്ലോ. എന്നാ നീ പോയി കിടന്നടാ. അയ്യോ അളിയ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അതെ, നിനക്ക് ഈ വീട്ടിൽ എന്താണ് ഇഷ്ടപ്പെട്ടത്? തകർന്നു വീഴാൻ പോകുന്ന ഈ സീലിങ്ങോ, അതോ ഈ പേരിന് കറങ്ങുന്ന ഫാനോ, അതോ അല്ലെങ്കിൽ ആ ലഗേജ് എടുത്തോണ്ടെന്ന് വെച്ചില്ലേ ആ പൊട്ടം പ്യൂണോ? ഹലോ മിസ്റ്റർ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അല്ല, എനിക്ക് നിങ്ങളുടെ പേര് അറിയില്ലല്ലോ, അതുകൊണ്ട് വേറെ രീതിയിൽ വിളിച്ചതാ. പൊട്ടനെന്ന് പറഞ്ഞേ. ഹലോ മിസ്റ്റർ, എന്റെ പേര് സിംസ് റോയ് എന്നാണ്. എന്ത് ഐശ്വര്യ റായ് റോൾസ് റോയ്സ് പോലെയാണോ? സാറേ, ഞാൻ ഈ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ സാറേ? ഒരു ദിവസത്തിൽ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. ഒരു റൂം ക്ലീൻ ചെയ്താൽ മതി. നമുക്ക് ഇവിടെ ഒന്ന് കണ്ടിട്ട്. ഓക്കെ സാർ. എന്ത് രസമുള്ള ക്ലൈമറ്റാ. വരൂ സാർ, വരൂ വരൂ വരുന്നേ. ഇതാണ് നമ്മുടെ നാട്ടിലെ ആറ്. എന്ത് നല്ല വെള്ളം. എക്സലന്റ്, ഫാന്റാസ്റ്റിക്, ഫാബുലസ്. അല്ല, നീ തന്നെ പറഞ്ഞ എനിക്കൊന്നും പറയണ്ടേ? ഒന്നിങ്ങ് വന്നേ. എന്താ ഇതിനേക്കാളും സൂപ്പർ സീൻ എനിക്ക് കാണാനുണ്ടോ? വാവ്, സൂപ്പർ, ഫാന്റാസ്റ്റിക്, മാർവലസ്, ഫാബുലസ്. നാണുകെട്ട നാറി, പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് വന്ന് വായി നോക്കി നിൽക്കുന്നോ? എത്ര ധൈര്യമാടാ നിനക്ക്? നീ നശിച്ചു പോടാ, പോടാ അവിടുന്ന്. ആരും കണ്ടില്ലല്ലോ. ഞാൻ കണ്ടേ. ഓ അളിയ, ഭാരതപ്പുഴ എവിടുന്ന് കാണും, എന്തൊരു ഭംഗിയാണ്. ഡയലോഗ് വന്നില്ലേ, അത് കേൾക്കാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. ആ നാണകെട്ട നാറി എന്നുള്ള ഡയലോഗ് എക്സലന്റ് ആയിരുന്നു. ഫാന്റാസ്റ്റിക്, ഫാബുലസ്. അളിയ, എനിക്ക് ഈ സ്ഥലം അത്ര പിടിച്ചില്ല. ഞാൻ അങ്ങോട്ടേക്ക് പോവാം. വരൂ സാർ. ഈ പൂച്ചകളുടെ ഒരു ശല്യം മോശം.
ദേ ഒരു കാര്യം പറയാം സാർ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഈ വീടിനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാനത് സഹിച്ചോളാം. പക്ഷെ ആ പൂച്ചയെ മാത്രം ഒന്നും പറഞ്ഞേക്കരുത്. എന്തേ? കാരണം ഈ വീട്ടിലെ മനുഷ്യവാസം നിന്നതിന് ശേഷം ഈ വീടിനെ കാത്തു സംരക്ഷിച്ചതൊക്കെ ആ പൂച്ചകളാ. അല്ല, ഇത്രയും ദിവസം ഇവിടെ നിന്ന് മനുഷ്യരാരും ഇല്ലാത്ത. അല്ല അത് പിന്നെ മെഗാ സീരിയലായിട്ട് വലിക്കണ്ട, ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. 6 വർഷത്തിന് മുമ്പേ ഒരു സുന്ദരിയായ പെണ്ണ് സുന്ദരിയായ പെണ്ണോ? ഇതേ ഫാനിൽ തന്നെ ഊഞ്ഞാല് കിട്ടി ആടിക്കളിക്കായിരുന്നോ? ആടിയ കാര്യം സത്യമാണ്, പക്ഷെ ഊഞ്ഞാലല്ല ആടിയെന്നേ ഉള്ളൂ. അവര് കഴുത്തിൽ കുടുക്കിട്ടതേ, അതും പട്ടുസാരി കൊണ്ട്. പട്ട് സൈഡിൽ ചത്താലും കോട്ടൺ സൈഡിൽ ചത്താലും എന്തിനാടോ ഇപ്പൊ പറയുന്നേ? അവൾ എന്തുകൊണ്ടാ സൂയിസൈഡ് ചെയ്ത്? അത് ഏതോ ഒരു മഹാഭാവിയാ സാറേ, അവളെ സ്നേഹിച്ചിട്ട് വഞ്ചിച്ചിട്ട് പൊക്കളഞ്ഞു. ആരാത്? അതാരാണെന്ന് വെച്ചാലേ അയാളുടെ ഹൈറ്റും വെയിറ്റും പേഴ്സണാലിറ്റി ഒക്കെ നോക്കിയാലേ ഏതാണ്ട് ഇയാളെ പോലെ ഇരിക്കും സാറേ. ശരിക്കും? അയ്യോ, അപ്പൊ അവനാണ് ഞാൻ വെച്ച് രാത്രി എന്നെ എന്തെങ്കിലും ചെയ്താലോ? ഡാ, നീ എന്തിനാടാ വിഷമിക്കുന്നേ? ഞാനില്ല നിന്റെ കൂടെ. നീ ഉണ്ടാവും, പക്ഷെ കോഴി കൂവുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവണ്ടേ? മനുഷ്യന്മാർ ഇവിടെ ടെൻഷൻ അടിച്ച് ചാകുക. ഈ നാട്ടുകാർക്ക് എപ്പോ ഒന്ന് ലോൺ ചോദിക്കണം ഒരു വിവരമില്ല, ഭിക്ഷാടകർക്ക് എപ്പോ ഒന്ന് ഭിക്ഷ ചോദിക്കണം ഒരു ബുദ്ധിയുമില്ല. കിടന്ന് വിളിക്കേണ്ടതാ വന്നു. ജക്കമ്മ വാക്ക് തരുന്നു. കാഞ്ചി കാമാച്ചി മധുര മീനാച്ചി കാശി വിശാലാച്ചി. ജക്കമ്മ പ്രവചിക്കുന്നു. ജക്കമ്മ പ്രവചിച്ചാൽ അത് ഒരിക്കലും തെറ്റില്ല സാറേ. നല്ല കാലം വരുന്നു. മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിലേക്ക് വരണോ വേണ്ടോ എന്ന് ആലോചിച്ചോണ്ടിരിക്കാണ് സാറേ. എന്താ നിങ്ങളുടെ മഹാലക്ഷ്മിക്ക് അകത്തേക്ക് വരാൻ നാണാണോ? അതല്ല സാറേ, നിങ്ങളെ വീട്ടിനുള്ളിൽ പ്രേതമുണ്ട്, അത് പുറത്തേക്ക് വരുന്നവര് മഹാലക്ഷ്മി അകത്തോട്ട് വരില്ല സാറേ. പന്നി, ഇത്ര നേരം മഹാലക്ഷ്മി സീതാലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അകത്ത് പ്രേതം ഉണ്ടെന്ന് പേടിപ്പിക്കുകയാണോ താൻ? തന്റെ സമയം വളരെ മോശമാണെന്ന് തന്നെ മഹാലക്ഷ്മി തന്നോട് പറഞ്ഞില്ലടോ? ആ അമ്മ അങ്ങനെയൊന്നും പറയില്ല സാറേ. എന്നാലേ ഇപ്പൊ പറയും. കള്ള സമയരെ മേലാൽ മഹാലക്ഷ്മി അഷ്ടലക്ഷ്മി എന്ന് പറഞ്ഞ് താൻ ഈ ഏരിയയിൽ കാല് കുത്തിയാല് സൂപ്പാക്കും കേട്ടോ. ടർബൻ തലയാ. എന്റെ പേരെന്താണെന്ന് അറിയടോ? രാജേഷ്. ഞാൻ ഒരിക്കൽ പറഞ്ഞതുപോലെ ചെയ്തിരിക്കും. ഞങ്ങളുടെ അമ്മ പറഞ്ഞ പോലെയാണോ? അല്ല, തന്റെ അമ്മായി പറഞ്ഞതുപോലെ. സാറേ അയ്യോ, ആരെ ലൈറ്റ് ഓഫ് ചെയ്തത്? സാറേ നിങ്ങൾ ഉറങ്ങിയോ സാറേ? എങ്കിൽ സമാധാനമായിട്ട് ഉറങ്ങിക്കോ, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വരാം. നോ, കിടന്നാലും ഞാൻ ഉറങ്ങത്തില്ല. ഈ വീട്ടില് റെയിൽവേ സ്റ്റേഷന് പോലെ എപ്പോഴും ലൈറ്റ് ഉണ്ടാകണം. ഓക്കെ, ഞാൻ ഇപ്പൊ റേഡിയോ ഓൺ ചെയ്യാം. നിങ്ങൾ പേടിക്കാതെ സമാധാനത്തോടെ കിടന്നുറങ്ങ്. അങ്ങനെയാണോ? ശരി, ഓക്കെ. ആ റേഡിയോ ഓഫ് ചെയ്യണോ? സമാധാനായിട്ട് ഉറങ്ങാൻ വെച്ചാ പ്രേതപ്പാട്ടിട്ട് പേടിപ്പിക്കണോ? ശരി, അത് വിട് സാറേ, സ്റ്റേഷൻ ചേഞ്ച് ചെയ്യാം. ഇടോ, ചേഞ്ച് ചെയ്യേണ്ടത് സ്റ്റേഷനല്ല തന്നെയാ. നാളെ മുതൽ ഇയാളെ വീട്ടിൽ കിടക്കാൻ പറഞ്ഞാൽ മതി. ശരി. അല്ല, ആ പെണ്ണ് എവിടെ തൂങ്ങിച്ചെത്തുന്ന് പറഞ്ഞേ? ഈ ഫാനിലല്ലേ? അത് പിന്നെ നട്ടപ്പാതിരക്ക് ചോദിക്കേണ്ട ചോദ്യമാണ് ഇതൊക്കെ. ശരി, വിടറാ, പോയി ഉറങ്ങ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. 4ാമത്തെ ഗുഡ് നൈറ്റ് ആരാ പറഞ്ഞത്? ഞാനാ വീണ്ടും പറഞ്ഞത്. ഓ അളിയ, നിനക്ക് എന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ടെന്ന് അറിഞ്ഞില്ലടാ. ഡോ, തന്നോട് എത്ര തവണ പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്യരുതെന്ന്? സാറേ, ഞാനല്ല ഓഫ് ചെയ്ത സാറേ, കരണ്ട് പോയതാ. കറണ്ട് പോയിരുന്നു? ഓ, ഈ കറണ്ട് പോയതിന് പ്രേതമായിട്ട് വല്ല ബന്ധം ഉണ്ടാവോ? ഈ നട്ടപ്പാതിരക്ക് കറണ്ട് കട്ടിയത് ബുദ്ധിമുട്ടിപ്പിക്കുകയാണല്ലോ. റൈസ്, ആ വെളുക്കൊളുത്തി. ശരി സാറേ. റേഡിയോ ഓൺ ചെയ്യരുത് തന്നോട് ഞാൻ പറഞ്ഞതല്ലേ? സാറേ, കറണ്ട് ഇല്ല, പിന്നെ റേഡിയോ എങ്ങനെയാ സാറേ ഓടുക? അയ്യോ, അത് ശരിയാണ് അളിയ. അപ്പൊ പാടുന്നത് ആരാ? എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. നിനക്ക് തോന്നിയതാവും. മിണ്ടാതെ കിടക്കടാ. ഓ